ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ക്ലാസ് 11 ഓഫ് സ്കൂൾ 40% ഓഫ് സ്റ്റുഡൻസ് സ്റ്റഡി മാത്സ്, 30% സ്റ്റഡി ബയോളജി, 10% സ്റ്റഡി ബോത്ത് മാത്സ് ആൻഡ് ബയോളജി. If a student is selected at random from the class, find the probability that he will be studying maths or biology. ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. സെറ്റിലെ പ്രോബ്ലം ചെയ്യുന്ന പോലെ ചെയ്യാം, അതല്ലെങ്കിൽ പ്രോബബിലിറ്റിയിലത്തെ ഫോർമുല ഉപയോഗിച്ചും ചെയ്യാം. ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മാത്സ് പഠിക്കുന്നത് എല്ലാം പെർസെൻറ്റേജിലായതുകൊണ്ട് നമുക്ക് ടോട്ടൽ 100 ആയിട്ട് എടുക്കാം. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ടോട്ടൽ എത്രയാണ്? 100. അതിൽ മാത്സ് പഠിക്കുന്ന സ്റ്റുഡൻസ് മാത്സ് പഠിക്കുന്നത് 40% ആണ്. അപ്പോൾ 100 പേര് ആകെ ഉണ്ടെങ്കിൽ അതിൽ 40 പേരും മാത്സ് പഠിക്കുന്നവരാണ്. ഈ 100 പേരിൽ 30 പേര് ബയോളജിയാണ്. 100 പേരിൽ 30 പേര് ബയോളജി. 10% സ്റ്റഡി ബോത്ത് മാത്സ് ആൻഡ് ബയോളജി. മാത്സ് ആൻഡ് ബയോളജി അത് 10 പേരാണ്. അപ്പം 100 പേരിൽ നിന്ന് ഒരാളെ റാൻഡമായിട്ട് സെലക്ട് ചെയ്താൽ ആ സ്റ്റുഡൻറ്റ് മാത്സ് ഓർ ബയോളജി ആവാനുള്ള ചാൻസ് എന്താണ്? മാത്സ് ഓർ ബയോളജി എന്ന് പറഞ്ഞാൽ മാത്സ് മാത്രം പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയാലും കുഴപ്പമില്ല, ബയോളജി മാത്രം പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയാലും കുഴപ്പമില്ല, മാത്സും ബയോളജിയും രണ്ടും പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയാലും കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു സ്റ്റുഡൻറ്റിനെ കിട്ടണം. അതിൻ്റെ ചാൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം വേണമെങ്കിൽ, അതല്ലെങ്കിൽ സെറ്റിലത്തെ റിസൾട്ട് ഉപയോഗിക്കാം വേണമെങ്കിൽ. ഞാൻ ഫോർമുലയാണ് ഉപയോഗിക്കണമെങ്കിൽ ഏത് ഫോർമുലയാണ് പറയട്ടെ? പി ഓഫ് എം യൂണിയൻ ബി. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. മാത്സ് ഓർ ബയോളജി പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ കിട്ടാനുള്ള ചാൻസ് എം യൂണിയൻ ബി. ഓർ എന്ന് പറഞ്ഞാൽ യൂണിയനാണ്. അപ്പോൾ നമ്മൾ ഫോർമുല പ്രകാരം പി ഓഫ് എം പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എം ഇൻ്റർസെക്ഷൻ ബി എന്ന് വരും. പി ഓഫ് എം എന്ന് പറഞ്ഞാൽ മാത്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ കിട്ടാനുള്ള ചാൻസ്. 100 പേരിൽ 40 പേരും മാത്സ് പഠിക്കുന്നവരാണ്. അപ്പോൾ ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ മാത്സ് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആവാനുള്ള ചാൻസ് 40/100 ആണ്. മാത്സിന് ഫേവറബിളായിട്ട് 40 പേരുണ്ടല്ലോ, ആകെ 100 പേരിൽ. ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ മാത്സ് ആവാനുള്ള ചാൻസ് 40/100 ആണ്. ബയോളജി ആവാനുള്ള ചാൻസോ 30/100. 30 പേര് ബയോളജി ഉണ്ടല്ലോ. മാത്സ് ആൻഡ് ബയോളജി കാറ്റഗറി പെടാനുള്ള ചാൻസ് എന്താണ്? മാത്സ് ആൻഡ് ബയോളജി കാറ്റഗറിയിലുള്ള 10 പേരുണ്ട്, ഫേവറബിളായിട്ട് 10 പേരുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എം ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ 10/100 വരും. ഇത് ചെയ്യാൻ എളുപ്പമല്ലേ? 70 - 10 അല്ലേ? 60/100 ഓർ 0.6 എന്ന് വേണമെങ്കിൽ എഴുതാം.